ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന കർത്താവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് വിടുതലും, നമ്മുടെ ജീവിതത്തിന് ചൈതന്യവും, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസവും കൽപ്പിക്കത്തക്ക നിലയിൽ ആഴമായി കർത്താവിനെ വിശ്വസിക്കുക, ദൂതേറ്റെടുക്കുക. വചനത്തിൻ്റെ ആഴങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ വെളിപ്പെടുത്തുമെന്ന ശബ്ദത്തിന് പ്രത്യാശയും പ്രതീക്ഷയും അർപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 73 സങ്കീർത്തനം 17 വാക്യം, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകുമെന്ന് ചിന്തിച്ചു. നമുക്ക് വളരെ പരിചയമുള്ളൊരു സങ്കീർത്തനമാണ് 73 സങ്കീർത്തനം. സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്നതും ദൈവാശ്രയവും ദൈവസ്നേഹമില്ലാത്ത പ്രാർത്ഥിക്കാത്തവരുടെ ജീവിതത്തിൽ നടക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കണ്ട് തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുന്ന നിലവാരത്തിൽ ജീവിത സാഹചര്യം ആയിരിക്കുകയാണ്. അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. എനിക്ക് പ്രശ്നമുണ്ട്, എൻ്റെ വിഷയങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കുന്നു എന്ന ചിന്താതലത്തിൽ ദുഃഖത്തോടും വേദനയോടെയൊക്കെ ഭക്തനായിരിക്കുമ്പോൾ താൻ ദൈവസന്നിധിയിൽ ചെല്ലുന്ന പ്രാർത്ഥിക്കുന്ന ഇടവും തന്നോട് ഉള്ള ഒരു അനുഭവമൊക്കെ ആ സങ്കീർത്തന ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഇതിനെ മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തോട്, നമ്മുടെ ജീവിത നിലവാരത്തോട് ആ ഒരു വാക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവരുടെ അന്തം എന്താകും എന്ന് ചിന്തിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ ജീവിതത്തോട് ഇടപെടുക. ഈ ദിവസങ്ങളിൽ അതല്ലേ, ആ വാക്കല്ലേ, എന്താകും എന്ന് ചിന്തിച്ചു. ഇങ്ങനെ പോയാൽ, ഇപ്രകാരം കടന്നു പോയാൽ തലമുറയുടെ വിഷയം എന്താകുമെന്ന് ചിന്തിച്ചു. തലമുറയുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചു. എൻ്റെ ജീവിത സാഹചര്യം ഈ അവസ്ഥയിൽ തുടർന്ന, ഇപ്രകാരം ഞാൻ ഇവിടെ നിലനിന്ന എൻ്റെ സ്ഥിതി എന്താകുമെന്ന് ചിന്തിച്ചു. വാസ്തവമല്ലേ, യാഥാർത്ഥ്യമല്ലേ പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം വളരെ വാസ്തവമല്ലേ? എന്താകുമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമല്ലേ ദൈവത്തിൻ്റെ പൈതലേ? ആ ഭാവി വിഷയം, ആ ജോലി കാര്യം, അത് ലഭിക്കാത്തത് കൊണ്ട് ഭാവി എന്താകുമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മേഖലയെ പല കുടുംബങ്ങളായിരിക്കുന്നു, പല ജീവിതങ്ങളായിരിക്കുന്നു. ആ വാക്കിന് ഇന്ന് മൂല്യമുണ്ട്, ആ വാക്കിന് ഇന്ന് അർത്ഥമുണ്ടല്ലോ. ദൈവത്തിൻ്റെ പൈതലേ, എൻ്റെ ജീവിതം എന്താകുമെന്ന് ചിന്തിച്ചു പോകുക. തലമുറയുടെ വിഷയം നടക്കുന്നില്ല, എന്താകുമെന്ന് ചിന്തിച്ചു പോകുക. ആ ചിന്ത വളരെ ദുഃഖം ഉളവാക്കുന്നുണ്ട്. ആ അനുഭവം എന്താകുമെന്ന് അത് ഹൃദയത്തിൽ വളരെ ആകുലതകൾ വിതയ്ക്കുന്നുണ്ട്. ഇപ്രകാരം വ്യഥയിലും ദുഃഖത്തിലും ഇരുന്ന് എന്താകുമെന്ന് ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ജീവിതങ്ങളെ തൊട്ട് ദൂത് വെളിപ്പെടുത്തുക. ദൈവത്തിൻ്റെ പൈതലേ, ഉറപ്പുള്ള മണ്ഡലത്തിൽ ഉറപ്പുള്ള വാഗ്ദത്തങ്ങൾ തന്ന് വിശ്വസ്തനായ ദൈവത്തിൻ്റെ നീതിയുടെ പ്രവൃത്തി പ്രാർത്ഥനാതലത്തിൽ വെളിപ്പെട്ടു വരാൻ പോവുക. സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൽ ഒരു പ്രത്യാശ ദൈവം കൊടുത്തു, ആഴമേറിയ അനുഭവങ്ങൾ ദൈവം കൊടുത്തു. അതുപോലെ ദൈവത്തിൻ്റെ ദൂതിന്നിതാ, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ഇതാ ഏറ്റെടുക്കട്ടെ. വഴുവഴുപ്പിലല്ല കേട്ടോ, ഇന്നായിരിക്കും സാഹചര്യങ്ങളിൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും നിവൃത്തിയാകുന്നില്ല, ഒന്നും ഞാൻ കാണുന്നില്ല. അതുകൊണ്ടല്ലേ ഈ ചിന്ത വന്നത്, എന്താകുമെന്ന ചിന്ത. എന്താകുമെന്നുള്ള ആ ചിന്തയെ ദൈവം തിരുത്തിക്കൊണ്ട് അത് ദൈവത്തിൻ്റെ മഹത്വമായി, ദൈവത്തിൻ്റെ പ്രവൃത്തിയായി, ദൈവിക വാഗ്ദത്തമായി കർത്താവ് എന്താകുമെന്ന് ചിന്തിക്കുന്ന തലത്തിൽ ദൈവത്തിൻ്റെ പൈതലേ പലതും ഒരുക്കി വെച്ചിരിക്കും.
ചിന്തിക്കുക, പലതും ക്രമീകരിച്ച് വെച്ചിരിക്കുക, പല വാഗ്ദത്തങ്ങളും ദൈവം കണ്ടിരിക്കുക. അതാ കൂടാരത്തിൽ വെളിപ്പെടാൻ പോകുന്നത് എന്താകുമെന്ന് ചിന്തിക്കേണ്ട. അതിനകത്തളങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ടെന്ന് ചിന്തിക്കട്ടെ. എൻ്റെ കർത്താവ് പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ഞാൻ എന്താകുമെന്ന് ചിന്തിച്ച് ഞാൻ ദുഃഖിക്കുന്നത് എന്നൊരനുഭവം ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പകരുക. എന്നോടുള്ള എൻ്റെ ദൈവത്തിൻ്റെ വിശ്വസ്തത, എൻ്റെ തലമുറയോടുള്ള എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തത അത് വിലയേറിയതാണെന്ന് ചിന്തിക്കട്ടെ. ചിന്തകൾക്കൊരു മാറ്റമുണ്ടാകട്ടെ, ചിന്തിക്കുന്ന തലങ്ങൾക്കൊരു വ്യത്യാസമുണ്ടാകട്ടെ. വാഗ്ദത്തങ്ങളെ ചിന്തിക്കട്ടെ, ദൈവപ്രവർത്തികളെ ചിന്തിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന ആ അനുഭവങ്ങളെ ചിന്തിക്കട്ടെ. ദൈവത്തിൻ്റെ വൈതലേ എന്താകുമെന്നല്ല, ദൈവം അതെന്താക്കി മാറ്റാൻ പോകുന്നു എന്ന് ചിന്തിക്കുക. കർത്താവ് അത് എങ്ങനെ ക്രമീകരിക്കുന്നെന്ന് ചിന്തിക്കുക. അതിനകത്ത് പ്രത്യാശ വർദ്ധിക്കും. ഈ മനോദുഃഖം മാറും, ഈ വേദന മാറും, ഈ വ്യത മാറും. ഇന്ന് പകൽ ആ മേഖലയിൽ കൊടഞ്ഞു കളയാൻ പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. എന്താകുമെന്നല്ല ചിന്തിക്കേണ്ടത്, എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെയാ ഞാൻ ചിന്തിക്കേണ്ടത്. അപ്രകാരം വിടുതലേറ്റെടുക്കട്ടെ. അപ്രകാരം ഇതിനകത്ത് ജയം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് സഹായിക്കും. എന്താകുമെന്ന ചിന്താഭാരത്തിൽ ദൈവത്തിൻ്റെ വൈതലേ ജീവിക്കേണ്ട. ദൈവാത്മാവ് പറയുന്നു, അത് എന്താക്കി ദൈവം മാറ്റാൻ പോകുന്നെന്ന് ചിന്തിച്ചു. അതാ നടക്കാൻ പോകുന്നത്. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം, അങ്ങയുടെ ദൂതനായി സ്തോത്രം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ ചിന്തിക്കുക, ദൈവപ്രവർത്തികളെ ചിന്തിക്കുക, ദൈവത്തിൻ്റെ കൃപയെ ചിന്തിക്കുക, ദൈവാലോചനകളെ ചിന്തിച്ച് ജനം ബലപ്പെട്ടിരിക്കുക, ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.